കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രേതം നടത്തിയ ഒരു കൊലപാതകം. അവിടുത്തെ പോലീസുകാരെ മൊത്തത്തിൽ വട്ടം കറക്കിയ ഒരു കേസ്. സോ വെൽക്കം ബാക്ക് ടു. സംഭവം കുറച്ച് പഴയതാണ്. എന്നാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രേതം നടത്തി എന്നറിയപ്പെടുന്ന ഒരു കൊലപാതകത്തിന്റെ കേസാണ്. സോ ആസ് യൂഷ്വൽ ഒരു ദിവസം കുറച്ച് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ട് തമ്മിൽ കളിയൊക്കെ പോകും, തമാശ വരച്ചിലും അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് പോയിരുന്നു. പെട്ടെന്ന് സുപ്രഭാതത്തില് അതിലുള്ള ഒരു വിദ്യാർത്ഥി പറഞ്ഞു, നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ടെന്ന്. സോ എനിക്ക് നല്ല ധൈര്യമുണ്ടെന്ന് വേറൊരു വിദ്യാർത്ഥി പറഞ്ഞു. എന്നാൽ അതൊന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ പന്തയം വെക്കുകയാണ്. പന്തയത്തിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. രാത്രി 12 മണിക്ക് ആ ഒരു മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്കകത്ത് കയറുകയും അവിടുത്തെ ബോഡികളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്യണം. പിന്നെ അവിടെ കാണുന്നത് ആ ഒരു വിദ്യാർത്ഥിയുടെ ബോഡി ആ ഒരു മോർച്ചറിക്കകത്ത് കിടക്കുകയായിരുന്നു. സോ ആസ് യൂഷ്വൽ ഇതിനു മുമ്പ് അവിടെ നടന്നതെന്ന് വെച്ചാൽ അന്ന് രാത്രി ഇവരെല്ലാം ആ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതിൽ ഒരു പയ്യനാണെങ്കിൽ നൈസായിട്ട് ആ ഒരു മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിലോട്ട് പോവുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഉറക്കത്തിലായിരുന്നു. അവിടെ പോക്കറ്റിൽ നിന്ന് ചെറുതായിട്ട് ആരുമൊന്നും അറിയാതെ ആ ഒരു താക്കോൽ എടുക്കുകയും മോർച്ചറിയുടെ പൂട്ട് തുറന്ന് കഥവും മെല്ലെ തുറന്നകത്ത് കയറുകയും ചെയ്തു. തന്റെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണമെന്ന ആ ഒരു മനസ്സ് പതുക്കെ ആ ഒരു ഓരോ ബോഡിയിലോട്ട് മാറി. ഓരോ ബോഡിയിലെയും ആ ഒരു പുതപ്പുണ്ടല്ലോ ബോഡി മൂടിയിരിക്കുന്നത്, അത് നൈസായിട്ട് എടുത്ത് മാറ്റി എല്ലാ ബോഡിയും ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കി പോകുമ്പോൾ മൂന്നാമത്തെ ഒരു ബോഡിയിൽ അദ്ദേഹം ഒരു കാര്യം കണ്ടു. ആ ഒരു ബോഡിയുടെ ചുണ്ടില് എരിയുന്ന സിഗരറ്റ് കുറ്റിയായിരുന്നു കണ്ടത്. അതും കൂടി കണ്ടപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ പാതി ജീവനാണ്. അത് മാത്രമല്ല, അതിന്റെ ആ ബോഡിയുടെ കുറച്ച് വിരലുകൾ ചെറിയ രീതിയിൽ അനക്കവും തട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. പെട്ടെന്നുള്ള ഷോക്കിൽ ആ ഒരു വിദ്യാർത്ഥി ബോധരഹിതനായിട്ട് പിറ്റേന്ന് മരിക്കുകയാണ് ചെയ്തത്. പിറ്റേന്ന് പോലീസ് വന്നപ്പോൾ അവിടെ വെറുതെ ജസ്റ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് വലിയ ഒരു ബലം പിടുത്തമോ വേറെ കാര്യങ്ങളോ ഒന്നും ആ ഒരു പരിസരത്ത് കണ്ടിട്ടില്ലായിരുന്നു. ഉടനെ തന്നെ ആ ഒരു കോളേജിനെതിരായിട്ട് ഒരു പ്രേതമാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന് വരെ മൊത്തത്തിൽ റൂമർ അവിടെ സ്പ്രെഡ് ആകുകയാണ് ചെയ്തത്. എന്നാൽ പോലീസിന് ഒട്ടും തന്നെ മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മോർച്ചറിക്കകത്ത് ഈ ഒരു ബോഡി കിടന്നതിന്റെ താഴെ ആയിട്ട് എങ്ങനെ ഈ ഒരു വിദ്യാർത്ഥി മരിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ പോലീസുകാർക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നിൽ ഒരു മനുഷ്യൻ തന്നെയാണെന്ന്. പക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒരിക്കലും തന്നെ വിശ്വസിച്ചിരുന്നില്ല. കാരണം അവർ തന്നെ പറഞ്ഞു നടന്നത് ഇതൊരു പ്രേതം, അതായത് ആ ഒരു മോർച്ചറിക്കുള്ളിൽ പ്രേതം ചെയ്ത കൊലപാതകമാണ്. എന്നാൽ ഇതിന്റെ ചുരുളഴിയുന്നത് ആ ഒരു പോലീസുകാരൻ തീർത്ത ചെറിയൊരു സംശയത്തിന്റെ പേരിലായിരുന്നു. അന്ന് രാത്രി അവർ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വിദ്യാർത്ഥിയെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു വെറ്റിന് പറഞ്ഞ ആ ഒരു പയ്യനാണ് അവിടുത്തെ മോർച്ചറിലുള്ള ഒരു ബോഡി മാറ്റി കിടത്തിയിട്ട് ഇദ്ദേഹം ആ ഒരു ബോഡിക്ക് പകരം കയറി കിടന്നത്. സോ ഇദ്ദേഹത്തിന്റെ ആ ഒരു ചുണ്ടിലെ എരിയുന്ന സിഗരറ്റ് കുറ്റി കണ്ടിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുന്നത്. സോ എന്തായിരുന്നാലും വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്ത ഈ ഒരു സംഭവം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ തന്നെ അവിടെ എടുക്കുകയാണ്. പോലീസ് ഉറപ്പായിട്ട് ഇതൊരു കേസായിട്ട് എടുത്തു. കൊലക്കുറ്റത്തിനാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. സോ ഇതിനെ ആസ്പദമാക്കിയിട്ട് 1980-ലോ 79-ലോ ഇതിനാസ്പദമാക്കിയിട്ട് ഒരു സിനിമ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും നിങ്ങൾ ഈ കഥ കേട്ടിട്ടില്ലേ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഉറപ്പായിട്ടും കമന്റിലൂടെ അറിയിക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ.